ഇന്ന് എല്ലാവരുടെ കയ്യിലും ആൻഡ്രോയിഡ് മൊബൈലും ഇന്റർനെറ്റ് സൗകര്യം എല്ലാം ഉണ്ടെങ്കിലും പലർക്കും അറിയില്ല എങ്ങനെയാണ് ഒരു മെയിൽ അയക്കേണ്ടത്, എങ്ങനെയാണ് ഒരു മെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്നാൽ ഇതാണെങ്കിലും ഇനിയുള്ള കാലം അങ്ങോട്ട് നമുക്ക് ഒരിക്കലും ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. മെയിൽ ഐ ഡി നിർബന്ധമായിട്ടും വേണം. ഇപ്പോൾ തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. സ്വാഭാവികമായിട്ട് അതിനുവേണ്ടി നമ്മളൊരു മെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം. പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് ആരെങ്കിലും ഒരു ഫ്രണ്ട്സോ ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കി തന്നതാവാം. എന്നാൽ ആ മെയിൽ ഐ ഡി ഉപയോഗിച്ച് മെയിൽ അയക്കാൻ പറ്റുമോ, ഇങ്ങനെ തുടങ്ങിയ ഒരു കാര്യങ്ങളും പല ആളുകൾക്കും വ്യക്തതയില്ല. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നും തൊട്ടടുത്ത വീഡിയോയിൽ എങ്ങനെ ഒരു മെയിൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു പ്രോബ്ലം റിഡ്രസലിന് വേണ്ടിയിട്ട് ഒരു മെയിൽ അയക്കാം എന്നുള്ള കാര്യത്തിൻ്റെ ഒരു 2 എപ്പിസോഡ് വരുന്ന ഒരു വീഡിയോ ആണ്, അല്ലെങ്കിൽ 2 പാർട്ട് വരുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ എങ്ങനെ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം, മെയിൽ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എവിടെ നിന്നാണ് ഈ മെയിൽ ഐ ഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, ആരാണ് ഈ ഒരു സംവിധാനം നമുക്ക് ഒരുക്കിയിട്ടുള്ളത്? പ്രമുഖമായിട്ടുള്ള ഗൂഗിൾ തന്നെ തരുന്നുണ്ട് നമുക്ക് ജിമെയിൽ എന്ന് പറയുന്ന, ഗൂഗിൾ മെയിൽ എന്നതിൻ്റെ ഷോർട്ട് ഫോം ആയി ജിമെയിൽ എന്നുള്ള രൂപത്തിൽ നമുക്ക് ഒരു സംവിധാനം ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ നമ്മളിൽ കോമൺ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കൂടുതലും അറിയാവുന്ന ഒരു ഇമെയിൽ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ ജിമെയിൽ സംവിധാനത്തിൽ നമുക്ക് മെയിൽ ഐ ഡി ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഹോട്ട്മെയിൽ മൈക്രോസോഫ്റ്റ് തരുന്ന ഹോട്ട്മെയിൽ സംവിധാനം, ഔട്ട്ലുക്ക് സംവിധാനം നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ജിമെയിൽ എന്ന് പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗൂഗിൾ പ്രൊവൈഡറിൻ്റെ കയ്യിൽ നിന്നുമുള്ള ഒരു മെയിൽ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യ പാർട്ടിൽ വരുന്നത്. ഇതിനു വേണ്ടി നമുക്ക് സ്വാഭാവികമായിട്ടും എപ്പോഴും ഉള്ള പോലെ തന്നെ ഗൂഗിൾ എന്ന് പറയുന്ന ആ ഒരു മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗൂഗിൾ എന്ന് പറയുന്ന സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിൽ വലത് കോർണറിലായിട്ട് നമുക്ക് ജിമെയിൽ ഇമേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ജിമെയിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ തന്നെ ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഓപ്ഷനിലേക്ക് കടക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന ജിമെയിൽ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ മുമ്പിൽ സൈൻ ഇൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സൈൻ ഇൻ എന്ന് പറയുന്ന ഈ ഒരു വിൻഡോ എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ കാണാം ക്രിയേറ്റ് അക്കൗണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്കൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താഴെ ഫോർ മൈസെൽഫ് അല്ലെങ്കിൽ ടു മാനേജ് മൈ ബിസിനസ് എന്നുള്ള രൂപത്തിലുണ്ടാവും. നമ്മുടെ ആവശ്യം എന്താണ് അതിനനുസരിച്ച് ഇവിടെ ഞാൻ മൈസെൽഫ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്, നമ്മുടെ പേഴ്സണൽ മെയിൽ അക്കൗണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. സോ ഫോർ മൈസെൽഫ് എന്ന് പറയുന്ന അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. അവിടെ നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ചോദിക്കുന്നുണ്ട്. ഫോർ മീ ഇറ്റ്സ് കൽഫാൻ ആൻഡ് പാറയിൽ എന്നുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് മൈ ഇനീഷ്യൽ. എൻ്റെ ഇതായിട്ട് മെയിൽ ഐ ഡി ആയിട്ട് ഞാൻ കൽഫാൻ പാറയിൽ @gmail.com ഉണ്ടാകുന്ന നോക്കും. അപ്പോൾ അത് അവൈലബിൾ അല്ല, ഇറ്റ്സ് ഓൾറെഡി ടേക്കൻ, ദ യൂസർ നെയിം ഈസ് ഓൾറെഡി ടേക്കൻ, ട്രൈ അനദർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവർ തന്നെ അവർക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻ ഇവിടെ കണ്ടോ. പാറയിൽ കൽഫാൻ, കൽഫാൻ പാറയിൽ 5, കൽഫാൻ പാറയിൽ 654 എന്നുള്ള രൂപത്തിൽ നമുക്ക് അവരുടെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടാകും. ഇതല്ലാതെ തന്നെ നമുക്ക് വേറെയും ട്രൈ ചെയ്ത് നോക്കാം. പാറയിൽ കൽഫാൻ എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നമ്പർ 555 എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൽക്കാലം ഞാൻ പാറയിൽ കൽഫാൻ എന്നുള്ളത് അവൈലബിൾ ആയതുകൊണ്ട് ഇത് സെലക്ട് ചെയ്യുന്നു. പാസ്വേഡ് കൊടുക്കാൻ നമ്മളോട് പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വേണ്ട പാസ്വേഡ് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് എന്ത് ചെയ്യണോ, ഒരു പാസ്വേഡ് കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്, ഓപ്ഷനിലാണ്. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട് ഓപ്ഷനിൽ. ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും, അത് റിക്കവറി മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതും കൊടുക്കുന്നത് നന്നാവും. എന്തെങ്കിലും കാരണവശാൽ മെയിൽ ഐ ഡിൻ്റെ പാസ്വേഡ് മറക്കുകയും അങ്ങനെ വല്ല സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ നമ്പർ ഉപയോഗിച്ച് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നെക്സ്റ്റ് അടിക്കാം. ഇത്രയും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ കുറച്ച് പ്രൈവസി പോളിസികളും അവരുടെ കുറേ നിർദ്ദേശങ്ങളും നിയമങ്ങളും വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് നോക്കിയിട്ട് വേണ്ട രൂപത്തിൽ നമുക്ക് ഓപ്ഷൻസ് വായിച്ചിട്ട് നമുക്ക് അഗ്രി ചെയ്യാം. ഓക്കെ, അപ്പോൾ അഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ക്രിയേറ്റ് ആയി. അപ്പോൾ നമ്മുടെ
ജിമെയിൽ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് മൊബൈലിലായിക്കോട്ടെ കമ്പ്യൂട്ടറിലായിക്കോട്ടെ വളരെ അനായാസം വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി parayilkalfan@gmail.com എന്ന് പറഞ്ഞ മെയിൽ ഐ ഡി ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് എൻ്റെ മെയിൽ ഐ ഡി ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി വന്നത്. ഇനി ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു മെയിൽ അയക്കാം, പ്രൊഫഷണൽ ആയിട്ടുള്ള മെയിൽ അയക്കാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം.